നമസ്കാരം. സുഭാഷിതൻ ഡിജിറ്റൽ ചാനലിലേക്ക് സ്വാഗതം. ഏത് പരിഷ്കാരം വന്നാലും അതിൻ്റെ ഇടയിൽ ഒരു പൂഴ്ത്തിവെപ്പ് നടക്കും. പരിഷ്കാരം പ്രഖ്യാപിച്ചും നടപ്പിലാക്കുന്നതിനിടയിൽ ഒരു ചെറിയ സമയമുണ്ടായി. അപ്പോഴാണ് ഈ പൂഴ്ത്തിവെക്കുന്നത്. എ കെ ആന്റണി ചാരായം നിരോധിച്ചു. അപ്പോൾ ചാരായം നിരോധിച്ചപ്പോൾ അന്ന് അഡ്വക്കേറ്റ് ജനറൽ ആയിരുന്ന ഒരു വളരെ സീനിയർ അഡ്വക്കേറ്റ് ആയിരുന്ന ഒരാളിനോട് ഒരു വ്യക്തിയോട് ഞാൻ സംസാരിച്ച ഈ വിഷയം കൊച്ചിയിൽ പോയപ്പോൾ. അഡ്വക്കേറ്റ് ജനറലാണ് ആയിരുന്നു, പിന്നെ വക്കീലായിട്ടുള്ള സീനിയറായിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചു, സാർ ഇത് ചാരായം നിരോധിച്ചു. അപ്പോൾ എന്നോട് ചോദിച്ചു, ഇനി വേറെ കേസുമായിട്ട് പോയത് നമ്മളെ ഓഫീസിലൊരു കേസുമായിട്ട് പോയപ്പോൾ എന്നോട് ചോദിച്ചു, നിങ്ങളൊരു കാര്യം ചെയ്യൂ, നിങ്ങളൊരു അന്ന് ചെറുപ്പക്കാരനല്ലേ, പറഞ്ഞോളൂ, ഞങ്ങൾ രണ്ടുമൂന്ന് പേരും ചെറുപ്പക്കാരല്ലേ, ആ ചാരായ നിരോധനത്തിൽ ഏറ്റവും വലിയ അപകടം എന്തായിരുന്നു? അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ അപകടം? നിരോധിച്ചത് നല്ലതല്ലേ ഒക്കെ ആന്റണി എന്ന് പറഞ്ഞപ്പോൾ, അല്ല, ഒരു ദിവസം രാവിലെ പെട്ടെന്നല്ല നിരോധിച്ചത്, ഇന്ന ദിവസം നിരോധിക്കും എന്ന് പറഞ്ഞു. അതിനൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ നിരോധിക്കുമെന്ന് പറഞ്ഞതിനും നിരോധിച്ചതിനും ഇടയ്ക്കുള്ള ഗ്യാപ്പ് സമയത്ത് വ്യാപകമായ പൂഴ്ത്തിവെപ്പും തരം മാറ്റലും കടത്തലും ഒക്കെ ഉണ്ടായി കാണും തമിഴ്നാട്ടിലേക്കും കർണാടകത്തിലേക്കും. അതുകൊണ്ട് ഇത് പിടിക്കാനൊന്നും പോണില്ല എന്ന് പറഞ്ഞു. ശരിയാണ്. ഇവിടെ GST വരും എന്ന് പറഞ്ഞ് കൗൺസിൽക്കാർ എടുത്ത ഇളവുകൾ 5%-ലേക്കും 12%-ലേക്കും ഇളവ് കൊടുത്തപ്പോൾ അതിന് നടപ്പിലായി വരാൻ കുറച്ച് ദിവസം എടുക്കും, ദീപാവലിയെങ്കിലും. അതിനിടയിൽ വ്യാപകമായ പൂഴ്ത്തിവെപ്പും അതേ വില തന്നെ പ്രദർശിപ്പിച്ചുള്ള പരിപാടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഇത് കേന്ദ്രത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും അതിനെ പൂട്ടാൻ സോപ്പ് മുതൽ സിമൻറ്റ് വരെയുള്ള എല്ലാ വസ്തുക്കളുടെയും നിരീക്ഷണത്തിൽ കൊണ്ടുപോയിരിക്കുകയാണ്. കുളിക്കുന്ന സോപ്പ്, ടൂത്ത് പേസ്റ്റ്, ടാൽക്കം പൗഡർ തുടങ്ങി ഫാസ്റ്റ് മൂവിങ് ഉൽപ്പന്നങ്ങൾ, അതുപോലെ ഭക്ഷണം, ടോണിക്കുകൾ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, മരുന്നുകൾ എല്ലാം സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കും. തുടർന്നുള്ള 6 മാസത്തെ ശേഖരിക്കും. തുടർന്നുള്ള 3 മാസം വില നിരീക്ഷിക്കും. എല്ലാ ഫീൽഡ് ഓഫീസർമാരുടെയും പ്രധാന ഡ്യൂട്ടിയായിരിക്കും. എല്ലാ മാസവും 20-ന് മുമ്പേ റിപ്പോർട്ട് സമർപ്പിക്കണം. ആരെങ്കിലും വേലത്തരം കാണിച്ചിട്ടുണ്ടെങ്കിൽ അവരെ പിടിക്കാൻ തന്നെയാണ് കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിച്ചത്. GST പ്രിൻസിപ്പൽ ചീഫ് കമ്മീഷണർമാർക്കും ചീഫ് കമ്മീഷണർമാർക്കും കേന്ദ്ര GST കൗൺസിൽ വളരെ കൃത്യമായി റിപ്പോർട്ട് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് GSTയുടെ പേരിലുള്ള കളികൾ വേണ്ട. കൃത്യമായി GSTയിൽ വന്ന ഇളവ് ജനങ്ങൾക്ക് ലഭിക്കുക തന്നെ വേണം. ആരും കയറി പൂഴ്ത്തി വയ്ക്കേണ്ട. ആരും പഴയ വിലയിൽ വിൽക്കാമെന്ന് കരുതുകയും വേണ്ട. പുതിയ വില വന്നു കഴിഞ്ഞു, പുതിയ GST വന്നു കഴിഞ്ഞു. അതിൻ്റെ ഗുണം ജനങ്ങൾക്ക് കിട്ടിയേ കഴിയൂ. അതിനുള്ള ശ്രമങ്ങളാണ് കേന്ദ്ര ഗവൺമെൻറ് നടത്തുന്നത്. വ്യാപകമായി റെയ്ഡ് നടത്തും എന്ന് പറയുന്നു. അതുപോലെ തന്നെ ചില വ്യവസ്ഥകളില്ലാതെ നികുതി ഇളവുകൾ വിലയിൽ പ്രതിഫലിക്കാതിരുന്നാൽ നടപടിയെടുക്കാനായി GST നിയമങ്ങളിൽ വ്യവസ്ഥയില്ല. അതും കൂടി കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. ഇത് പരിഹരിക്കാനുള്ള നാഷണൽ ആൻറ്റി പ്രോഫിറ്റിംഗ് അതോറിറ്റി ഫലപ്രദമായിട്ടില്ല. അത് രൂപീകരിച്ചിട്ടുണ്ട്, പക്ഷേ അതിന് ഫലപ്രദമാകണം. അങ്ങനെ വരുമ്പോൾ എന്തായാലും 4360 രൂപയുടെ തട്ടിപ്പ് നടത്തിയതായി കണ്ടെത്തിയിരുന്നു നേരത്തെ. എന്നാൽ ഇത് കാര്യമായ നടപടി ഉണ്ടായില്ല. പക്ഷേ ഇനി നടപടി ഉണ്ടാകും എന്നാണ് അറിയുന്നത്. 2022 മുതൽ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ് ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അതും പര്യാപ്തമല്ലെന്ന് പരാതി ഉയർന്നതോടെ 24 GST അപ്പലേറ്റ് ട്രൈബ്യൂണലിൻ്റെ പ്രിൻസിപ്പൽ ബെഞ്ചിനെ നിയോഗിച്ചു. അത് പര്യാപ്തമല്ലെന്ന് ആക്ഷേപമുണ്ട്. നാഷണൽ ആൻറ്റി പ്രിവെൻറ്റിംഗ് അതോറിറ്റി എന്ന പുനഃസംഘടിപ്പിക്കാൻ നീക്കമുണ്ട്. അപ്പോൾ പുതിയ രൂപത്തിലേക്കുള്ള പുനഃസംഘടനാ സമിതികളൊക്കെ വരുന്നതാണ്. ഫീൽഡ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ശക്തമായ നടപടികളുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് വരുമ്പോൾ വ്യാപാരികൾ ജാഗ്രതയിൽ, ജനങ്ങൾക്ക് സന്തോഷം.